ക്രിസ്തീയ വിശ്വാസത്തിനോടൊപ്പം നമുക്ക് കിട്ടിയേക്കുന്ന ഒരു സമ്മാനമാണ് നരകപ്പേടി എന്നുള്ളത്. ഈ നരകപ്പേടി എവിടെ വെച്ചാണ് നമുക്ക് കിട്ടിയത്? നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാവാം, പള്ളികളിൽ നിന്നാവാം, സൺഡേ സ്കൂളിൽ നിന്നാവാം, സുവിശേഷ യോഗങ്ങളിൽ നിന്നാവാം, പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ നിന്നാവാം. നമ്മൾ എന്താണ് പേടിക്കുന്നത്? നമ്മൾ മരിച്ച ശേഷം ദൈവത്തിന്റെ ഒരു അന്ത്യവിധി ഉണ്ടാവും, എന്നിട്ട് നമ്മളെ ദൈവം നരകത്തിലേക്ക് തള്ളും. ആ നരകത്തില് നിത്യമായിട്ട് നമ്മൾ പീഡകൾ അനുഭവിക്കും. അവിടെ നിത്യമായ അഗ്നിയുണ്ട്, വലിയ പുഴുക്കളുണ്ട്, സാത്താന്റെ കിങ്കരന്മാര് നമ്മളെ പല രീതിയിൽ പീഡിപ്പിക്കും. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് പൂർണ്ണമായി അകന്ന് നിത്യമായിട്ടുള്ള പീഡനമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇതാണ് ഒരു ശരാശരി ക്രിസ്ത്യാനിയുടെ നരകസങ്കല്പം എന്നുള്ളത്. ഈ നരകത്തിൽ പോകാനായിട്ട് നമുക്ക് വളരെ വലിയ തെറ്റുകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ശരിയായ വിശ്വാസമില്ല, നിങ്ങൾ ശരിയായിട്ടുള്ള രീതിയിലല്ല യേശുവിനെ മനസ്സിലാക്കിയത്, നിങ്ങൾ ദൈവത്തിന്റെ കണ്ണില് പൊറുക്കാൻ പറ്റാത്ത ഒരു തെറ്റ് ചെയ്തു. ക്രിസ്ത്യാനിയാണെങ്കിൽ പോലും നിങ്ങൾ വിശ്വസിക്കുന്നത് വേറൊരു സഭയിലാണ്. പെൺകുട്ടികളാണെങ്കിൽ നിങ്ങൾ ആഭരണം ധരിച്ചു, അല്ലെങ്കിൽ തല ശരിക്കും മറച്ചില്ല, അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടു, പാട്ട് കേട്ടു, ഓണത്തിൽ പങ്കെടുത്തു, ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന് അരവണ കഴിച്ചു. ഇങ്ങനെ എന്ത് ചെയ്താലും നിങ്ങൾക്ക് നിത്യ നരകം ഉറപ്പാണ്. ചിലപ്പോ നമ്മുടെ ബന്ധുക്കളിൽപ്പെട്ട ചില ആൾക്കാര് അവര് വേറൊരു സഭയിലായിരിക്കാം. നമുക്ക് നമ്മുടെ വിശ്വാസത്തിലും നമ്മൾ സ്വർഗത്തിൽ പോകുന്നു നമുക്ക് ഉറപ്പുണ്ട്. പക്ഷേ നമ്മുടെ ഈ ബന്ധുക്കള് അവര് വേറെ വിശ്വാസത്തിലാണ്, അവർക്ക് അല്ലെങ്കിൽ അവർ ശരിയായ ഒരു സഭയിലല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ പേടി എന്ന് വെച്ചാല് അയ്യോ ഇവര് നിത്യ നരകത്തിൽ പോകുമല്ലോ എന്നാണ്. ഈ നരകഭയം കാരണം നിങ്ങള് ഇപ്പൊ ബൈബിളിനെ കുറിച്ച് ഒരു ചോദ്യം മനസ്സിൽ വന്നാൽ പോലും നിങ്ങൾ അത് ചോദിക്കത്തില്ല. ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വന്നാല് അയ്യോ കർത്താവിനെതിരെ ഞാൻ പാപം ചെയ്യുവാണല്ലോ, അല്ലെങ്കിൽ പാസ്റ്ററിന് ഉത്തരം പറയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം നിങ്ങളെ നരകം പറഞ്ഞ് പേടിപ്പിക്കും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തില് എല്ലായിടത്തും ഈ നരകഭയം നമ്മളെ പിന്തുടരും. കുട്ടികളുടെയൊക്കെ കാര്യം വളരെ കഷ്ടമാണ്. കാരണം കുട്ടികൾ ഈ നരകത്തെ പേടിച്ച് കരയാറുണ്ട്, സ്വപ്നം കണ്ട് ഞെട്ടി ഉണരാറുണ്ട്. ഇനി ഇത് കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെയും ബാധിക്കാറുണ്ട്. ഇപ്പോ ചില ചോദ്യങ്ങൾ, അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തിയാൽ പോലും നരകത്തെ പേടിച്ച് നിങ്ങൾ ആ ഉത്തരങ്ങളെ തള്ളിക്കളയാറുണ്ട്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് എന്റെ കമന്റ് ബോക്സ് എന്ന് പറയുന്നത്. എന്നെ പലപ്പോഴും ഈ നരകം പറഞ്ഞ് വിശ്വാസികൾ പേടിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ നിയന്ത്രിക്കുന്ന ഈ നരകം എന്താണ്? ഈ നരകഭയം എവിടെ നിന്ന് വരും? ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു സീരീസ് ആണ് ഞാൻ ഈ ചെയ്യുന്നത്. നമുക്ക് ക്രിസ്തീയ വിശ്വാസ പ്രകാരം ഒരു നരകമുണ്ട്. നമ്മൾ വിശ്വസിച്ചിരുന്ന ഇതേ നരകമാണോ നമ്മുടെ പൂർവ്വപിതാക്കന്മാരായിട്ടുള്ള അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഒക്കെ വിശ്വസിച്ചിരുന്നത്? അല്ലെങ്കിൽ സങ്കീർത്തകനായിട്ടുള്ള ദാവീദ് തന്റെ സങ്കീർത്തനങ്ങളിൽ നരകത്തെ വിശേഷിപ്പിക്കുമ്പോൾ അത് നമ്മൾ ഇന്ന് കേൾക്കുന്ന അതേ നരകം തന്നെയാണോ? 2500 കൊല്ലം മുമ്പ് എസക്കിയേലും യെശയ്യായും നരകത്തെക്കുറിച്ച് പ്രവചിക്കുമ്പോൾ ഇന്ന് 2026 നമ്മൾ വിശ്വസിക്കുന്ന അതേ നരകം തന്നെയാണോ? അപ്പോൾ ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചരിത്രപരമായിട്ട് നമ്മൾ നരകത്തെ മനസ്സിലാക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം യേശു പഠിപ്പിച്ചതോ വെളിപാടോ ഒന്നുമല്ല നമ്മൾ നോക്കുന്നത്. പകരം പഴയ നിയമം എന്ന് വിളിക്കുന്ന ഹീബ്രു ബൈബിൾ നോക്കിയാണ് നമ്മൾ നരകത്തെ ആദ്യമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരു വാക്ക് ഷിയോൾ, ആ വാക്കിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അധ്യായം 1, ജോസഫിന്റെയും യാക്കോബിന്റെയും പാതാളം. ഇസ്രായേൽ വംശത്തിന്റെ ഒരു പൂർവ്വ പിതാവാണ് യാക്കോബ് എന്ന് പറയും. യാക്കോബിന് 12 ആൺമക്കൾ ഉണ്ടായിരുന്നു. അതിൽ ഒരാളാണ് ജോസഫ്. യാക്കോബിന് തന്റെ പുത്രനായ ജോസഫിനോട് അമിതമായിട്ടുള്ള വാത്സല്യം ഉണ്ടായിരുന്നു. ഇത് കാരണം മറ്റു പുത്രന്മാർക്ക് ജോസഫിനോട് വളരെയേറെ അസൂയുണ്ടായി. ഒരു സാഹചര്യത്തില് ജോസഫിനെ യാക്കോബിന്റെ മറ്റു മക്കള് അടിമയായിട്ട് വിറ്റു. എന്നിട്ട് ജോസഫിന്റെ അങ്കി ഊരി അത് ഒരു മൃഗത്തിന്റെ രക്തത്തിൽ മുക്കി യാക്കോബിനെ കാണിക്കുന്നു. യാക്കോബ് ആ രക്തം പുരണ്ട അങ്കി കണ്ടിട്ട് തന്റെ മകനെ ഏതോ വന്യമൃഗം ആക്രമിച്ച് കൊന്നുകളഞ്ഞു എന്ന് വിശ്വസിച്ച് കടന്ന് വിഷമിക്കാൻ തുടങ്ങി. അദ്ദേഹം തന്റെ വസ്ത്രം വലിച്ചു കീറി ചാക്കുടുത്ത് വളരെയേറെ ദിവസങ്ങൾ വിഷമിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആർക്കും അദ്ദേഹത്തിനെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെയാണ് ഷിയോൾ എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. ജോസഫ് ഇപ്രകാരം പറയുന്നു: ഞാൻ ദുഃഖത്തോടെ എന്റെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങും.
മലയാളത്തില് പാതാളം എന്ന് തർജ്ജമ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഹെബ്രായ ഭാഷയിലെ ഷിയോൾ എന്ന് പറയുന്ന പദമാണ്. ഇവിടെ നിന്ന് നമുക്കൊന്ന് ആലോചിക്കാം. യാക്കോബ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഒരു പൂർവ്വ പിതാവാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ എന്റെ മകനോടൊപ്പം പാതാളത്തിൽ ഇറങ്ങുമെന്ന്. ജോസഫ് നിരപരാധിയാണെന്ന് നമുക്ക് ആ ബൈബിൾ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. പൂർവ്വപിതാവായിട്ടുള്ള യാക്കോബ് പറയുന്നു, ഞാൻ ജോസഫിന്റെ കൂടെ പാതാളത്തിൽ ഇറങ്ങുമെന്ന്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, ഈ ഷിയോൾ എന്ന് പറയുന്ന പദം ഇന്നത്തെ ക്രിസ്ത്യാനികൾ പറയുന്ന നരകമേ അല്ല. കാരണം നിരപരാധിയായ ജോസഫും പൂർവ്വപിതാവായ യാക്കോബും എന്തിനാണ് ഈ നരകത്തിൽ ചെന്നുപെടുന്നത്? അപ്പോ ഷിയോൾ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തീയ നരകമേ അല്ല. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഉൽപ്പത്തി വായിച്ചിട്ട് കാര്യമില്ല. ഈ ഷിയോൾ എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മള് പഴയ നിയമ ബൈബിളില് എങ്ങനെയാണ് ഈ ഷിയോൾ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കണം. അതിനു മുമ്പ് ഇത് കേൾക്കുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഞാനൊരു ചെറിയ കഥ പറയാം. ആ കഥയ്ക്ക് ശേഷം നമുക്ക് ഷിയോൾ എന്താണെന്ന് പറയാം. അധ്യായം 2, ഗാന്ധിജിയും ഐഫോണും. നമ്മള് ഗാന്ധിജിയെ കുറിച്ചൊരു ചരിത്രപരമായിട്ടുള്ള സിനിമ കാണുവാണ്. ഇന്ത്യ ബ്രിട്ടീഷിന്റെ ഭരണത്തിന്റെ കീഴിലാണ്. ഗാന്ധിജി സ്വാതന്ത്ര്യ സമരം നയിക്കുവാണ്. ഗാന്ധിജി ദണ്ഡി യാത്ര നടത്തുന്നു. ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരം നടത്തുന്നു. അന്നേരം ഗാന്ധിജിക്ക് നെഹ്റുവിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. അപ്പോൾ ഗാന്ധിജി ഉടൻ തന്നെ പോക്കറ്റിൽ നിന്ന് ഐഫോൺ വലിച്ചെടുത്ത് വാട്സാപ്പിൽ നെഹ്റുവിന് ഒരു മെസ്സേജ് അയക്കും. നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയത്തില്ലേ ഈ സിനിമ ചരിത്രപരമായിട്ട് തെറ്റാണെന്ന്? കാരണം നമുക്കറിയാം ഗാന്ധിജി ജീവിച്ചിരുന്നു. ഇന്ന് നമ്മുടെ കയ്യിൽ ഐഫോണും വാട്സാപ്പും എല്ലാം ഉണ്ട്. നെഹ്റുവും ജീവിച്ചിരുന്നു. പക്ഷെ നമുക്കറിയാം ഗാന്ധിജി ജീവിച്ചിരുന്നതിന് ഏകദേശം 60 മുതൽ 70 വർഷം കഴിഞ്ഞിട്ടാണ് ഐഫോൺ ഉണ്ടായതും ഐഫോൺ പ്രചാരത്തിൽ വരുന്നത്. ഗാന്ധിജിയുടെ കയ്യിൽ ഐഫോൺ ഉണ്ടാവാൻ ഒരു തരവുമില്ല. അപ്പോൾ ഇതിനെ നമ്മൾ സാധാരണ വിളിക്കുന്നത് ഹിസ്റ്റോറിക്കൽ അനാക്രോണിസം എന്നാണ്. കാരണം പിന്നീടുണ്ടായ ഒരു സംഭവം പഴയ ഒരു സംഭവത്തിനോട് ചേർത്ത് വെക്കുക. പിന്നീടുണ്ടായ ഐഫോൺ ഗാന്ധിജിയുടെ കയ്യിൽ കൊടുക്കുന്നതാണ് അനാക്രോണിസം എന്ന് പറയും. ഇത് ഉപകരണങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, നമുക്ക് വിശ്വാസങ്ങളുടെ കാര്യത്തിലും ഈ അനാക്രോണിസം ബാധകമാണ്. ഉദാഹരണത്തിന് 2026 ക്രിസ്ത്യാനികളായ നമുക്ക് അന്ത്യവിധിയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ ഒരു സങ്കല്പമുണ്ട്. ഇതേ സങ്കല്പമാണ് അബ്രഹാത്തിനും ഇസഹാക്കിനും യാക്കോബിനും ഉണ്ടായിരുന്നത് എന്ന മുൻവിധിയോടെ നമ്മൾ ബൈബിൾ വായിക്കുവാണെങ്കിൽ അതൊരു അനാക്രോണിസമാണ്. കാരണം നമുക്കറിയില്ല അതായിരുന്നു അവരുടെ വിശ്വാസം എന്നുള്ളത്. ബൈബിൾ എന്ന് പറയുന്ന ഒറ്റ പുസ്തകമാണ്. അതിനകത്ത് 66 അല്ലെങ്കിൽ 72 വേറെ വേറെ പുസ്തകങ്ങളുണ്ട്. ഈ പുസ്തകങ്ങൾ എഴുതപ്പെട്ടത് പല കാലഘട്ടത്തിലാണ്. AD 750 മുതൽ AD 100 വരെ ഏകദേശം ഒരു 1000 വർഷം കൊണ്ടാണ് ഈ ബൈബിള് എഴുതപ്പെട്ടത്. ഇത് എഴുതിയത് വിവിധ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അവരെഴുതിയ സാമൂഹിക സാഹചര്യങ്ങൾ പലതാണ്. BC 750 ഒരു ബൈബിൾ എഴുത്തുകാരൻ ഉപയോഗിച്ച ഒരേ വാക്കിന്റെ അതേ അർത്ഥം തന്നെയാണ് 1000 വർഷം കഴിഞ്ഞിട്ട് AD 100 ഒരാൾ എഴുതുമ്പോൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ചരിത്രപരമായിട്ടും ഭാഷാപരമായിട്ടും നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു വാദമല്ല. ഇതേ അനാക്രോണിസം തന്നെയാണ് പുതിയ നിയമത്തില് ഉള്ള മരണാനന്തര വിശ്വാസം അബ്രഹാത്തിനും ഇസഹാക്കിനും യാക്കോബിനും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത്. ചില ആൾക്കാര് വളരെ അഭിമാനത്തോടെ പറയുന്നത് കേൾക്കാം, 1000 വർഷം കൊണ്ട് 40ഓളം എഴുത്തുകാര് 5 ഭാഷകളിൽ എഴുതിയതാണ് ബൈബിൾ എന്നുള്ളത്. അവർക്ക് ഒരേ സ്വരമാണ്, ഒരേ വിശ്വാസമാണ് എന്നുള്ളത്. പക്ഷെ അത് ചരിത്രപരമായിട്ട് തെറ്റാണ്. അത് ഭാഷാപരമായിട്ട് തെറ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ തെറ്റായിട്ടുള്ള വിശ്വാസം അത് മാറ്റിവെച്ചിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണണമെന്നാണ് എൻ്റെ അപേക്ഷ. അപ്പോ നമുക്ക് തിരിച്ച് ഷിയോളിലേക്ക് വരാം. ഈ ഷിയോൾ എന്ന് പറയുന്ന വാക്ക് നമുക്കറിയാം അതൊരു ഹെബ്രായ പദമാണ്. ഇത് ഏകദേശം 65 മുതൽ 66 തവണ നമ്മുടെ പഴയ നിയമ പുസ്തകത്തിൽ വായിക്കപ്പെടുന്നുണ്ട്. നമുക്ക് ഈ പദം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് പാതാളം എന്നുള്ളൊരു വാക്കായിട്ടാണ്. തുടർന്നുള്ള വീഡിയോയിൽ ഞാൻ പാതാളം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കാം. നമ്മൾ കണ്ടു യാക്കോബ് സ്വന്തം മകനെ കാണാനായി പാതാളത്തിലേക്ക് ഇറങ്ങി ചെല്ലണം എന്ന് പറയുന്നു. നമുക്ക് മനസ്സിലായി ഈ പാതാളം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്രിസ്തീയ നരകമല്ല. ഇനി നമ്മൾ നോക്കേണ്ടത് വേറെ എവിടെയൊക്കെയാണ് ഈ പാതാളം, ഈ ഷിയോൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളതായിട്ട്. ഏത് സാഹചര്യത്തിലാണ് ഈ ബൈബിളിലെ എഴുത്തുകാരൻ ഈ ഷിയോൾ, ഈ പാതാളം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളതായിട്ട്. ഈ രീതിയിൽ നമ്മൾ ബൈബിൾ വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗാന്ധിജിയുടെ കയ്യിൽ ഐഫോൺ കൊണ്ടുകൊടുക്കുന്ന അവസ്ഥയാണ്. ഗാന്ധിജിയുടെ കയ്യിൽ ഐഫോൺ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്
യഹൂദരുടെ ലോകവീക്ഷണം എന്തായിരുന്നു എന്നാണ്. അധ്യായം 3 ആദിമ യഹൂദരുടെ ലോകവീക്ഷണം. ഷിയോൾ എന്താണെന്നും അതെവിടെയാണെന്നും മനസ്സിലാക്കാനായിട്ട് നമ്മള് ആദിമ യഹൂദരുടെ ലോകവീക്ഷണം എന്താണെന്ന് മനസ്സിലാക്കണം. ഇന്നത്തെ പോലെ ജ്യോതിശാസ്ത്രം വളരെയേറെ വികസിച്ച ഒരു സമൂഹത്തിലല്ല ആദിമ പിതാക്കന്മാര് ജീവിച്ചിരുന്നതും ബൈബിൾ എഴുതിയതും. അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിന്റെ വളർച്ചയുടെ പരിമിതികൾ ബൈബിളിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ബൈബിൾ രചയിതാക്കള് പ്രപഞ്ചത്തെ 3 തട്ടുകളായിട്ടാണ് കണ്ടിരുന്നത്. ദൈവവും സ്വർഗവാസികളും ജീവിച്ചിരുന്ന സ്വർഗം എന്ന പ്രതലം, മനുഷ്യരും സർവചരാചരങ്ങളും ജീവിക്കുന്ന ഭൂമി എന്ന പ്രതലം, മരിച്ചവർ അധിവസിക്കുന്ന പാതാളം എന്ന പ്രതലം. ഈ പാതാളത്തിനെയാണ് അവർ ഷെയോൾ എന്ന് വിളിച്ചിരുന്നത്. ഒരു സ്ഥലത്തും ബൈബിളില് ഈ 3 തട്ടുകളുള്ള ലോകവീക്ഷണം വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ ഈ 3 തട്ടുകൾ തമ്മിലുള്ള ബന്ധം നമുക്ക് പല ബൈബിൾ എഴുത്തുകാരും പല സ്ഥലങ്ങളിൽ എഴുതിയേക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ കണ്ട ഭാഗം വായിച്ചു നോക്കൂ. യാക്കോബ് പറയുന്നു, ഞാൻ പാതാളത്തിലേക്ക് ഇറങ്ങുന്നു. അതെന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്, താഴോട്ട് മുകളിലോട്ട് എന്നുള്ളത്. അപ്പൊ ഭൂമിയുടെ താഴെയാണ് പാതാളം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. സ്വർഗത്തില് ദൈവവും സ്വർഗവാസികളുമാണ് താമസിച്ചിരുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗാന്ധിജിയുടെ ഐഫോൺ, അതേപോലെ ആധുനിക ക്രിസ്ത്യാനികൾ ഈ സ്വർഗം എന്ന് വായിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഓടിയെത്തുക നല്ലവരായ മനുഷ്യര് മരിച്ച് എത്തുന്ന സ്വർഗമാണ്. ഇതാണ് നേരത്തെ പറഞ്ഞ അനാക്രോണിസ്റ്റിക് ആയിട്ടുള്ള വായന. പഴയ നിയമത്തില് പലതവണ സ്വർഗം എന്ന് പരാമർശിക്കുന്നുണ്ടെങ്കിലും ആ പരാമർശങ്ങളെല്ലാം യഹോവയുടെ നിത്യവസതിയായിട്ടുള്ള സ്വർഗം എന്ന് വേണം മനസ്സിലാക്കാൻ. അധ്യായം 4 എന്താണ് ഷിയോൾ? ഇസ്രയേലിയരുടെ പ്രപഞ്ച വീക്ഷണത്തില് 3 തട്ടുകളുണ്ട്. അതിലെ മരണത്തിന്റെ തട്ടാണ് ഷിയോൾ എന്നുള്ളത്. ഷിയോൾ എന്ന് പറയുന്നത് ഹെബ്രായരുടെ ഒരു പാതാള ലോകമാണ്. ഈ പാതാള ലോകത്തില് കുറ്റാക്കൂരിട്ടാണ്, അന്ധകാരമാണ്, അവിടെ നിശബ്ദമാണ്, അവിടെ മൂകമാണ്. അത് ഒരു നിശ്ചലതയുടെ ലോകമാണ്. അതെന്ന് പറയുന്നത് മരണത്തിന്റെ ഒരു പ്രതലമാണ്. ഈ ഷിയോളിലേക്ക് എത്തുന്നത് ആത്മാക്കളല്ല, മറിച്ച് റഫായിം എന്ന് വിളിക്കുന്ന നിഴലുകളാണ്. ഈ റഫായിം എന്ന് പറയുന്നത് ജീവിച്ചിരുന്നവരുടെ നിഴലുകളാണ്. അവിടെ എത്തുന്നവര് അത് രാജാവായാലും പ്രഭുവായാലും പ്രജയായാലും ദുഷ്ടനായാലും ശിഷ്ടനായാലും ഉടമയായാലും അടിമയായാലും ദുർജനമായാലും സജ്ജനമായാലും എല്ലാവരും ഒരുപോലെയാണ്. അവരുടെ നിഴലുകളാണ് അവിടെ എത്തുന്നത്. ഈ നിഴലുകൾക്ക് ശക്തിയില്ല, അവ ക്ഷയിച്ചിരിക്കുകയാണ്. ഈ നിഴലുകൾ അവരുടെ നിത്യത ഈ ഷിയോളില് കഴിച്ചു തീർക്കുകയാണ്. പഴയ നിയമത്തില് പലപ്പോഴും അതിലെ എഴുത്തുകാര് തങ്ങളെ ഷിയോളിൽ നിന്ന് രക്ഷിക്കണേ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിന് കാരണം എന്ന് വെച്ചാല് ഈ ഷിയോൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിശ്ചലതയാണ്, ഒരു നിശബ്ദതയാണ്. അവര് മനസ്സിലാക്കുന്നത് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ഈ ജീവിതത്തിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഷിയോളിൽ പോയാല് നമുക്ക് യഹോവയെ ആരാധിക്കാൻ പറ്റില്ല, യഹോവയെ പ്രകീർത്തിക്കാൻ പറ്റില്ല, യഹോവയുടെ ആലയത്തിൽ പോകാൻ സാധിക്കില്ല, യഹോവ ചെയ്ത നല്ല കാര്യങ്ങൾ വേറെ ആർക്കും പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത്, എന്നെ ഷിയോളിൽ നിന്ന് രക്ഷിക്കണേ, അതാവുമ്പോൾ എനിക്ക് അങ്ങയെ പ്രകീർത്തിക്കാൻ കഴിയുമെന്ന്. പലപ്പോഴും ഈ ഷിയോൾ എന്ന് പറയുന്ന വാക്ക് പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ തങ്ങളെ തന്നെ രക്ഷിക്കണേ എന്ന് യഹോവയോട് പ്രാർത്ഥിക്കാൻ, അല്ല എന്നുണ്ടെങ്കിൽ ഈ ഷിയോളിലേക്ക് ശത്രുക്കളെ പറഞ്ഞുവിടണേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ സങ്കീർത്തനത്തിൽ കാണുന്നത്. ഇയ്യോബ് തന്റെ പ്രാർത്ഥനകളിൽ താൻ കഷ്ടത അനുഭവിക്കുമ്പോൾ എന്നെ ഷിയോളിലേക്ക് പറഞ്ഞു വിടണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഷിയോൾ എന്ന് പറയുന്ന പാതാളത്തിലേക്ക് നല്ലവരും മോശമായിട്ട് ജീവിച്ച ആൾക്കാരും എല്ലാവരും എത്തുന്ന ഒരു സ്ഥലമാണ്. ഈ ഷിയോളിനെ കുറിച്ചുള്ള വർണ്ണനയിൽ ഒരിടത്ത് പോലും ഞാൻ സാത്താനെ കുറിച്ച് പറഞ്ഞില്ല, അവിടെ മനുഷ്യരെ ഇട്ട് പീഡിപ്പിക്കുന്നതായിട്ട് പറഞ്ഞില്ല, അവിടെ നരകത്തിലെ തീയിനെ കുറിച്ച് പറഞ്ഞില്ല, നരകത്തിലെ നിലവിളിയെ കുറിച്ച് പറഞ്ഞില്ല. പക്ഷേ ഷിയോളിൽ ആകെ ഉള്ളത് നിശബ്ദതയും നിശ്ചലതയും മാത്രമാണ്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം, ഈ ഷിയോൾ എന്ന് പറയുമ്പോൾ, ഈ പാതാളം എന്ന് നമ്മൾ മലയാളം ബൈബിളിൽ വായിക്കുമ്പോൾ അത് ക്രിസ്ത്യാനികളുടെ നരകമല്ല. ഈ ഷിയോളിനെ ഏറ്റവും നന്നായിട്ട് വർണ്ണിച്ചിരിക്കുന്നത് സഭാപ്രസംഗകന്റെ പുസ്തകത്തിലാണ്. നമുക്ക് ആ ഭാഗം ഒന്ന് കേട്ടു നോക്കാം. അധ്യായം 5 സഭാപ്രസംഗിയുടെ ഷിയോൾ.
സഭാപ്രസംഗകൻ ഇപ്രകാരം പറയുന്നു: എല്ലാവർക്കും എല്ലാം ഒരുപോലെ സംഭവിക്കുന്നു. നീതിമാനും ദുഷ്ടനും നല്ലവനും നിർമ്മലനും മലിനനും യാഗം കഴിക്കുന്നവനും യാഗം കഴിക്കാത്തവനും ഒരേ ഗതി വരുന്നു. പാപിയും നല്ലവനും ആണ പേടിക്കുന്നവനും ആണയിടാത്തവനും ഒരുപോലെയാകുന്നു. എല്ലാവർക്കും ഒരേ ഗതി വരുന്നു എന്നുള്ളത് സൂര്യന്റെ കീഴിൽ നടക്കുന്ന എല്ലാറ്റിനും ഒരു തിന്മയത്രേ. ജീവപര്യന്തം അവരുടെ ഹൃദയത്തിൽ ഭ്രാന്തുണ്ട്. അതിനുശേഷമോ അവർ മരിച്ചവരുടെ അടുക്കിലേക്ക് പോകുന്നു. ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉള്ളവനൊക്കെ പ്രത്യാശയുണ്ട്. ചത്ത സിംഹത്തെക്കാൾ ജീവനുള്ള നായയല്ലോ നല്ലത്. ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്ന് അറിയുന്നു, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. മേലാൽ അവർക്ക് ഒരു പ്രതിഫലവുമില്ല. അവരെ ഓർമ്മ വിട്ടുപോകുന്നുവല്ലോ. അവരുടെ സ്നേഹവും ദേഷ്യവും അസൂയയും നശിച്ചുപോയി. സൂര്യന് കീഴെ നടക്കുന്ന യാതൊന്നിലും അവർക്കിനി ഓഹരിയില്ല. ഇത് വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും സഭാപ്രസംഗകൻ ഒരു നിരീശ്വരവാദിയാണ്. കാരണം ക്രിസ്ത്യൻ തിയോളജി വെച്ചിട്ട് നമ്മൾ ഈ പഴയ നിയമം വായിക്കുന്നതില് പ്രശ്നമാണ് ഇവിടെ. ഞാൻ നേരത്തെ ഷിയോളിനെ കുറിച്ച് വർണ്ണിച്ചു. ഷിയോളിനെ കുറിച്ച് അക്കാഡമിക് ആയിട്ടുള്ള പഠനങ്ങൾ എന്താണ് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇത് വായിക്കുവാണെങ്കിൽ ഇത് വളരെയേറെ സെൻസ് ഉണ്ടാക്കും. സഭാപ്രസംഗി പറയുന്നത് മരിച്ചു കഴിയുമ്പോൾ നല്ലവനും നീതിമാനും ഒരേ വിധിയാണുള്ളത്. അവരെ മരണം കൊണ്ടുപോകും. പക്ഷെ നമ്മുടെ ക്രിസ്തീയ വിശ്വാസ പ്രകാരം നല്ലവനും നീതിമാനുമുള്ള വിധിയല്ല ദുഷ്ടനും മലിനനും ഉള്ളത്. ഇതൊരു വൈരുദ്ധ്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഷിയോൾ എന്ന് പറയുന്ന പാതാളത്തിന്റെ വീക്ഷണത്തിൽ നമ്മൾ ഇത് വായിക്കുമ്പോൾ സഭാപ്രസംഗി പറയുന്നതിന് വളരെയേറെ സെൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. കാരണം മരണം ആരെയും വിവേചിക്കുന്നില്ല എന്നുള്ള അർത്ഥം. മരണത്തിന്റെ ആ ഒരു ശക്തി കാണിക്കാനായിട്ടാണ് സഭാപ്രസംഗി പറയുന്നത് കാട്ടിലെ ഏറ്റവും പ്രൗഢിയേറിയ സിംഹം മരിച്ചു പോയി കഴിഞ്ഞാൽ അതിന് ജീവനുള്ള നായയുടെ അത്രയും വിലയില്ല. ചത്തുപോയ സിംഹത്തിന് ഇനി വേട്ടയാടാൻ കഴിയില്ല. ചത്തുപോയ സിംഹത്തിന് തനിക്ക് പ്രൗഢിയോടെ ഇനി അലറാൻ കഴിയില്ല. ഏറ്റവും നികൃഷ്ടമായി കാണപ്പെടുന്ന നായയ്ക്ക് പോലും അതിന് വേട്ടയാടാൻ കഴിയും, അതിന് കുരയ്ക്കാൻ കഴിയും. അതുകൊണ്ട് ചത്തുപോയ ഒരു സിംഹത്തെ കാട്ടിലും എന്തുകൊണ്ടും മികച്ചതാണ് ജീവനുള്ള നായ. മരിച്ചവരെ കുറിച്ച് സഭാപ്രസംഗി പറയുന്നു അവർക്ക് സൂര്യന്റെ കീഴിലുള്ള നാട്ടിൽ ഇനി ഓഹരിയില്ല. അതായത് മരിച്ചുപോയ ആൾക്കാർക്ക് ഇനി ഒരാളെ സ്നേഹിക്കാൻ കഴിയില്ല, യഹോവയ്ക്ക് വേണ്ടി പ്രാർത്ഥനകൾ അർപ്പിക്കാൻ കഴിയില്ല, യഹോവയുടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാൻ കഴിയില്ല, യഹോവയെ പ്രകീർത്തിക്കാൻ കഴിയില്ല. ഇതൊന്നും ചെയ്യാൻ കഴിയാത്തവരാണ് മരിച്ചുപോയവർ. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് സഭാപ്രസംഗി പറയുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പല പെന്തക്കോസ്ത് പാസ്റ്റർമാരും ഓടും. സഭാപ്രസംഗി പറയുന്നത് നീ സന്തോഷത്തോടെ ചെന്ന് അപ്പം തിന്നുക, ആനന്ദ ഹൃദയത്തോടെ വീഞ്ഞു കുടിക്കുക. ദൈവം നിന്റെ പ്രവൃത്തികളിൽ പ്രസാദിച്ചിരിക്കുന്നുവല്ലോ. നിന്റെ വസ്ത്രം എപ്പോഴും വെള്ളയായിരിക്കട്ടെ, നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ. സൂര്യന് കീഴെ അവൻ നിനക്ക് നൽകിയിരിക്കുന്ന മായയായുള്ള ആയുഷ്കാലത്തൊക്കെയും നീ സ്നേഹിക്കുന്ന ഭാര്യയോട് കൂടെ മായയായുള്ള നിന്റെ ആയുഷ്കാലം ഒക്കെയും സൂചിച്ചുകൊള്ളുക. അതല്ലോ ഈ ആയുസ്സിലും സൂര്യന്റെ കീഴിൽ നീ ചെയ്യുന്ന പ്രയത്നത്തിലും നിനക്കുള്ള ഓഹരി. ചെയ്യാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക. നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നുമില്ല. അതായത് ഇവിടെ സഭാപ്രസംഗം പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ അവസാനമെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ചെറിയ സമയം, മായയായിട്ടുള്ള ഈ സമയം നിങ്ങളുടെ പങ്കാളിയോടൊപ്പം നിങ്ങൾ ചെലവഴിക്കൂ, അവരോടൊപ്പം ആനന്ദിക്കൂ. നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളതൊക്കെയും പൂർണ്ണമായിട്ടുള്ള ശക്തിയോടെ നിങ്ങൾ ചെയ്യൂ. കാരണം അതിലൊക്കെ ദൈവം നിങ്ങൾ പ്രസാദിച്ചിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ, നിങ്ങൾ ഷെയോളിലെത്തുമ്പോൾ ഇതൊന്നും അവിടെയില്ല. അവിടെ നിങ്ങളുടെ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നും കൊണ്ട് പ്രയോജനം. ഇപ്രകാരമാണ് സഭാപ്രസംഗി ഷെയോളിനെ കുറിച്ച് ഏറ്റവും നല്ല രീതിയിൽ വർണ്ണിക്കുന്നത്. ഇതാണ് ജീവിതത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ആ പഴയ നിയമകാലത്തില് ആ ഒരു കാലഘട്ടത്തില് ഉണ്ടായിരുന്ന വിശ്വാസം. ഞാൻ ഒന്നും കൂടെ ചോദിക്കുവാണ്, നിങ്ങൾ ഈ സഭാപ്രസംഗിയുടെ ഈ ഭാഗം നിങ്ങൾ കണ്ടു, നിങ്ങൾ എവിടെയെങ്കിലും കത്തിയാളുന്ന നരകത്തെക്കുറിച്ച് കേട്ടു, സാത്താനെ കുറിച്ച് കേട്ടു? നല്ലവർക്കും മോശപ്പെട്ടവർക്കും രണ്ട് വിധികളുള്ളതായിട്ട് നിങ്ങൾ കേട്ടു? ഇല്ല. അത് തന്നെയാണ് ഷെയോൾ എന്ന് പറയുന്നത്. ഷെയോള് ഒരു മരണത്തിന്റെ പ്രതലമാണ്. ആ പ്രതലത്തില് നല്ലവരില്ല, കെട്ടവരില്ല. എല്ലാവരുടെയും വിധി എന്ന് പറയുന്നത് നിഴലുകളായിട്ട്, നിശബ്ദമായിട്ടുള്ള, നിശ്ചലമായിട്ടുള്ള, മൂകമായിട്ടുള്ള, വിഷാദമായിട്ടുള്ള ഈ പ്രതലത്തിൽ നിലനിൽക്കുക എന്നുള്ളത്.
അധ്യായം 6 ആദിമ യഹൂദരുടെ ദൈവാനുഗ്രഹം. നമ്മൾ മനസ്സിലാക്കി ഈ ഒരു വിശ്വാസധാരയില് നല്ലവനായിട്ട് ജീവിച്ചാലും മോശമായിട്ട് ജീവിച്ചാലും എന്ത് വ്യത്യാസമാണുള്ളത്? കാരണം നല്ലവനായിട്ട് ജീവിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല, മോശമായിട്ട് ജീവിച്ചത് കൊണ്ടും പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. അപ്പോ നല്ലവനായിട്ട് ജീവിക്കാനാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ സത്യം പറയണം, ദൈവത്തിന്റെ കൽപ്പനകൾ ആചരിക്കണം, ദൈവം പറയുന്ന ബലികൾ അർപ്പിക്കണം, ദശാംശം കൊടുക്കണം. ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ എന്തുകൊണ്ട് നല്ലവനായിട്ട് നമ്മൾ ജീവിക്കണം? ഇതൊരു വലിയ കടങ്കഥയായിരുന്നു. അതിനുള്ള ഏറ്റവും നല്ല മറുപടി എന്ന് പറയുന്നത് അബ്രാമുമായിട്ട് ദൈവം നടത്തിയ ഉടമ്പടിയാണ്. ദൈവം നടത്തിയ ഉടമ്പടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കി. അവിടെ ദൈവം എന്താണ് അബ്രാഹത്തിന് വാഗ്ദാനം ചെയ്യുന്നത്? അബ്രഹാം അനുഗ്രഹിക്കപ്പെടുന്നു, അബ്രാഹത്തിന് സന്തതികൾ അനുഗ്രഹിക്കപ്പെടുന്നു, അബ്രാഹത്തിന് ഇഷ്ടം പോലെ സന്തതികൾ ഉണ്ടാവും എന്ന് പറയുന്നു, ദീർഘമായിട്ടുള്ള ഒരു ആയുസ് നൽകുന്നു, ധനം നൽകുന്നു, അബ്രാഹത്തിലൂടെ ഈ ലോകം അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയും. അതായത് പഴയ നിയമത്തിൽ ഈ ഒരു വിശ്വാസധാരയില് ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഇഹലോകത്തിലാണ്. നമ്മൾ നോക്കൂ, ഈ പഴയ നിയമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുന്ന എല്ലാ ആൾക്കാർക്കും ദൈവം നൽകിയത് സ്വത്താണ്, ആയുസാണ്, മക്കളാണ്. ഇത് നമ്മൾ പരിശോധിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നല്ല. നമ്മൾ നോക്കേണ്ടത് കൃഷി അടിസ്ഥാനമാക്കിയുള്ള ഒരു ലോക വീക്ഷണത്തിൽ നിന്ന് വേണം നമ്മൾ ഇത് കാണാനായിട്ട്. ആ കാലഘട്ടത്തില് ദീർഘായുസ് അല്ലെങ്കിൽ ഇഷ്ടം പോലെ മക്കള്, കാർഷികമായിട്ടുള്ള അഭിവൃദ്ധി, ധനം, ഇവയെല്ലാം എന്ന് പറയുന്നത് ദൈവാനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലതായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ദൈവം ഇതെല്ലാം നൽകും. നിങ്ങൾ മോശപ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ ഇല്ലാതാക്കും. നിങ്ങൾക്ക് മക്കളുണ്ടാകത്തില്ല, നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകത്തില്ല, നിങ്ങളുടെ പേര് നിലനിൽക്കത്തില്ല. ഉണ്ടാവേണ്ടിയിരുന്ന ആ ദീർഘമായ ആയുസ് ദൈവം വെട്ടിച്ചുരുക്കി എന്ന് വേണം കരുതാൻ. ഈ ഒരു കാലഘട്ടത്തില് ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഫലഭൂഷ്ടിയുടെ രൂപത്തിലാണ്. അത് കൃഷിയായാലും മക്കളായാലും ദീർഘമായ ഒരു ആയുസാണ്, സമാധാനപരമായിട്ടുള്ള മരണമാണ്. ഇതാണ് അബ്രാഹത്തിന് കിട്ടിയത്, ഇതാണ് ഇസ്ഹാക്കിന് കിട്ടിയത്, ഇതാണ് യാക്കോബിന് കിട്ടിയത്, ഇതാണ് ദാവീദിന് കിട്ടിയത്, ഇതാണ് സോളമന് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തെ കാണുന്ന സ്വർഗ നരക സങ്കല്പങ്ങളല്ല ആ കാലത്ത് ദൈവത്തിന്റെ അനുഗ്രഹമായിട്ടും ദൈവത്തിന്റെ ശിക്ഷയായിട്ടും ആ സമൂഹം കണ്ടിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അധ്യായം 7 ദൈവം ഉടമ്പടി ലംഘിച്ചു. നമ്മൾ കണ്ടു പഴയ നിയമത്തില് യഹോവയുടെ ഉടമ്പടി ഇസ്രായേൽക്കാരുമായിട്ട് ഉണ്ടായിരുന്നു. ആ ഉടമ്പടി പ്രകാരം നിങ്ങൾ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കുകയും യഹോവയുടെ നിയമങ്ങൾ പാലിക്കുകയും യഹോവയെ മാത്രം ആരാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യഹോവ ദീർഘായുസ് നൽകും, യഹോവ നിങ്ങളെ സന്താനപുഷ്ടിയുള്ളവരാക്കും, നിങ്ങൾക്ക് നല്ല മരണം തരും, ഒടുവിൽ നിങ്ങൾ ഷിയോളിൽ ചെന്നുപെടും. എന്നാൽ യഹോവയെ ധിഖരിക്കുന്നവരെ യഹോവ വളരെ പെട്ടെന്ന് ഷിയോളിലേക്ക് പറഞ്ഞു വിടും. നമ്മൾ ചരിത്രപരമായിട്ട് ഇസ്രായേലിനെ നോക്കിക്കഴിഞ്ഞാൽ യഹൂദരുടെ അനുഭവം വേറൊന്നായിരുന്നു. യഹോവയുടെ ആലയം നശിപ്പിക്കപ്പെട്ടു, അസീറിയക്കാര് അധിനിവേശം നടത്തി, പേർഷ്യക്കാര് ഇസ്രായേലിയരെ പ്രവാസത്തിലേക്ക് തള്ളിവിട്ടു, അവര് പ്രവാസികളായിട്ട് പല നാടുകളിൽ ചിതറിപ്പിക്കപ്പെട്ടു. ഗ്രീക്കുകാരും റോമാക്കാരും എല്ലാവരും അവരെ തുടർച്ചയായി പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവരുടെ വിശ്വാസങ്ങൾ യഹൂദരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ യഹോവ ഇവരെ കൈവിട്ട് കളഞ്ഞു. പഴയ നിയമം വായിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാവുന്ന ചിന്ത എന്ന് പറയുന്നത് ഇസ്രായേലിയര് യഹോവയുടെ നിയമം തെറ്റിച്ചതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന്. പക്ഷേ അങ്ങനെ ആവണമെന്നില്ല. യഹോവയുടെ നിയമം പാലിക്കുന്ന ചിലരെങ്കിലും അവർക്കിടയിൽ ഉണ്ടാവില്ലേ? ഞാനൊരു കഥ പറയാം. ഇത് മക്കാബേർ എന്ന് പറയുന്ന അപ്പോക്രിഫൽ ഗ്രന്ഥത്തിലുള്ളതാണ്. ഒരു അമ്മയും 7 മക്കളെയും പിടിച്ചുകൊണ്ട് വിജാതീയര് വരുന്നു. അവര് ഈ മക്കളോട് പറയുന്നു, നിങ്ങൾ പന്നി മാംസം ഭക്ഷിക്കണം. എന്നാല് നിങ്ങൾക്കറിയാവുന്ന പോലെ യഹൂദര് പന്നി മാംസം ഭക്ഷിക്കാറില്ല, അത് അവർക്ക് നിഷിദ്ധമാണ്. ഈ 7 മക്കളും അവര് പന്നി മാംസം ഭക്ഷിക്കുന്നില്ല, അത് യഹോവയുടെ കൽപ്പനയാണ്. ഈ അമ്മയോട് ഈ വിജാതീയര് പറയുന്നു, നിങ്ങൾ മക്കളോട് പറയൂ ഈ പന്നി മാംസം ഭക്ഷിക്കാനായിട്ട്. അമ്മ ഈ മക്കളോട് പറയുന്നു, എനിക്ക് 7 മക്കളുണ്ട്, അവര് യഹൂദ നിയമപ്രകാരം ജീവിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് ഈ 7 മക്കളും പന്നി മാംസം ഭക്ഷിക്കുന്നില്ല. ഇവർ ഓരോരുത്തരെയായിട്ട് ഈ വിജാതീയര് വറച്ചട്ടിയിലിട്ട് കൊല്ലുന്നു, ഒടുവിൽ ഈ അമ്മയും കൊല്ലുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് കേൾക്കുന്ന യഹൂദർ ചോദിക്കില്ലേ, ഇവിടെ എന്ത് നീതിയാണുള്ളത്? അവര് യഹോവ പറഞ്ഞ കൽപ്പനകൾ പാലിച്ചതുകൊണ്ട്, അതുകൊണ്ട് അവര് മരിച്ചു, അതുകൊണ്ടാണ് അവർക്ക് ആ പീഡനങ്ങൾ ഏറ്റത്. അപ്പൊ നല്ലവരായ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച
ഈ അമ്മയും മക്കളും ഷിയോളിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടേക്ക് തന്നെയാണ് ഈ പീഡകരായിട്ടുള്ള വിജാതീയരും എത്താൻ പോകുന്നത്. ഈ വിജാതീയർ ചെയ്ത ക്രൂരതയ്ക്ക് അവർക്കൊരു ശിക്ഷയും ലഭിക്കുന്നില്ല. അവര് വളരെ നീണ്ട ഒരു ജീവിതം നയിക്കുന്നു. അവർക്ക് സ്വത്തും സമ്പത്തും മക്കളും എല്ലാം ഉണ്ട്. എല്ലാം നഷ്ടപ്പെട്ടത് യഹോവയുടെ ജനത്തിനാണ്. ആ അമ്മയ്ക്കും 7 മക്കൾക്കുമാണ്. ആ അമ്മയ്ക്കും 7 മക്കൾക്കും ഇനി ഒരു സന്തതി പരമ്പരയില്ല. ആ അമ്മയുടെയും 7 മക്കളുടെയും പേര് നിലനിർത്താനായിട്ട് ആരും തന്നെ ബാക്കിയില്ല. അവർക്ക് ധനം കിട്ടിയില്ല, സമ്പൽ സമൃദ്ധി കിട്ടിയില്ല, മറിച്ച് അവർക്ക് ആകെ കിട്ടിയത് പീഡനം മാത്രമാണ്. ഇതിനർത്ഥം യഹോവ തന്റെ ഉടമ്പടി ലംഘിച്ചു എന്നാണ്. കാരണം ഈ മക്കളും അമ്മയും യഹോവയുടെ ഉടമ്പടി പ്രകാരമാണ് ജീവിച്ചത്. പക്ഷേ അവർക്ക് കിട്ടിയത് യഹോവയുടെ ഉടമ്പടി പ്രകാരമുള്ള അനുഗ്രഹമല്ല, മറിച്ച് ദുഷ്ടർക്ക് കിട്ടേണ്ട ശിക്ഷയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ചോദ്യത്തിന്റെ അവസ്ഥയിലാണ് ദാനിയേൽ പ്രവാചകൻ വരുന്നത്. നമുക്ക് ദാനിയേൽ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും ഈ ദുഷ്ടർക്ക് കിട്ടുന്ന ശിക്ഷയെക്കുറിച്ചും നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. അപ്പോ ഈ വീഡിയോ തീരുന്നതിന് മുമ്പ് നമുക്ക് ഇതുവരെ സംസാരിച്ച കാര്യങ്ങളൊന്ന് സംഗ്രഹിക്കാം. നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് നരകത്തെക്കുറിച്ചാണ്, നമ്മുടെ ക്രിസ്തീയ നരകവിശ്വാസത്തെക്കുറിച്ച്, ആ നരകവിശ്വാസം നമ്മളിൽ ഉളവാക്കുന്ന പേടിയെക്കുറിച്ച്. അതുകൊണ്ട് നമ്മൾ നരകത്തെ ചരിത്രപരമായിട്ട് വിശകലനം ചെയ്യുവാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ആദ്യ മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് ഷിയോൾ ആണ്. ഈ ഷിയോൾ എന്ന് പറയുന്ന പദം പഴയ നിയമ ബൈബിളിലാണ് നമ്മൾ കൂടുതൽ കാണാറുള്ളത്. ഷിയോൾ എന്ന് പറയുന്നത് യജമാനന്റെയും അടിമയുടെയും രാജാവിന്റെയും പ്രഭുവിന്റെയും പ്രജയുടെയും സ്ത്രീയുടെയും പുരുഷന്റെയും അവസാന വിശ്രമ സ്ഥലമാണ്. ആ വിശ്രമ സ്ഥലത്ത് ഇരുട്ടാണ്, നിശബ്ദതയാണ്, നിശ്ചലതയാണ്. അവിടെ മ്ലാനമാണ്, അവിടെ വിഷാദമാണ്. ആ ഷിയോളിൽ ചെന്ന് വധിക്കാൻ ആർക്കും താല്പര്യമില്ല. പക്ഷേ ഷിയോളാണ് എല്ലാവരുടെയും അവസാന വിധി. നമ്മൾ കൂടുതൽ വിശദമായി പരിശോധിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി യഹോവയുടെ പ്രീതിയുടെ ലക്ഷണം എന്ന് പറയുന്നത് ദീർഘമായ ആയുസ്സാണ്, ധാരാളം മക്കളാണ്, സമ്പൽ സമൃദ്ധിയാണ്. യഹോവയുടെ ശിക്ഷ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നീളമുള്ള ഒരു ആയുസ് ലഭിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഇസ്രായേലിയരുടെ അനുഭവം എന്ന് പറയുന്നത് വേറൊന്നായിരുന്നു. അവര് യഹോവയെ അനുസരിച്ചതുകൊണ്ട്, യഹോവയെ പിന്തുടർന്നതുകൊണ്ട് അവർക്ക് കിട്ടിയത് വളരെ ചെറിയ ആയുസ്സായിരുന്നു, പീഡനങ്ങളായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിയർ ചോദിച്ചു, ഞങ്ങള് യഹോവയോടുള്ള ഉടമ്പടി നിറവേറ്റിയെങ്കിൽ യഹോവ ഞങ്ങളോടുള്ള ഉടമ്പടി എന്തുകൊണ്ടാണ് നിറവേറ്റാത്തത്? അപ്പോ ദാനിയേൽ മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ സംസാരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി.